പലർക്കും സോളാർ ഫിറ്റ് ചെയ്ത് മടങ്ങി വരുമ്പോൾ ചില രസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു രസകരമായ ഒരു ഫോൺ കോളിൻ്റെ അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. 2 മാസം മുമ്പ് ഒരു വീട്ടിൽ സോളാർ ഫിറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു പോന്നു. കാര്യങ്ങളൊക്കെ നടന്നു, വളരെ ഉഷാറായി. അവർക്ക് ബില്ലിൽ കുറവ് ഒക്കെ വരുന്നുണ്ട്. ബില്ല് വരുമ്പോൾ 200 രൂപ 150 രൂപ ഒക്കെയാണ് വരുന്നത്. അതിൻ്റെ മുമ്പ് അവർക്ക് വന്നിരുന്നത് 4000, 4500, 5000 രൂപയൊക്കെയാണ്. ഏതായാലും അത് വിഷയമാക്കേണ്ട. ആ ഫോൺ കോളിൻ്റെ രസകരമായ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു ദിവസം ആ വീട്ടിലെ സ്ത്രീ എനിക്ക് ഫോൺ ചെയ്യുകയാണ്. കറണ്ട് പോയിട്ടുണ്ട്, ഞങ്ങളുടെ AC പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, ഫ്രിഡ്ജും പ്രവർത്തിക്കുന്നില്ല. ഫാൻ പ്രവർത്തിക്കുന്നുണ്ടോ? അതെ, ഫാൻ പ്രവർത്തിക്കുന്നുണ്ട്, ബൾബൊക്കെ തെളിയുന്നുണ്ട്. AC ഇട്ടാൽ പ്രവർത്തിക്കുന്നില്ല, ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇൻവെർട്ടർ ഒന്ന് ഓഫ് ചെയ്യുമോ? അപ്പോൾ അവർ പോയി ഇൻവെർട്ടർ ഓഫ് ചെയ്തു. അപ്പോൾ പ്രവർത്തിച്ചിരുന്ന ഫാനും ബൾബുകളുമൊക്കെ അതും പോയി. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ വർക്ക് ചെയ്തിരുന്നത്, ഫാനും ലൈറ്റും വർക്ക് ചെയ്തിരുന്നത് നിങ്ങളുടെ ഇൻവെർട്ടറിനാണ്. ACയും ഫ്രിഡ്ജും വർക്ക് ചെയ്യാത്തത് കറണ്ട് പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ACയും ഫ്രിഡ്ജും പ്രവർത്തിക്കാത്തത്. അപ്പോൾ ആ സ്ത്രീ എന്നോട് തിരിച്ചു ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ സോളാർ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, സോളാർ ഫിറ്റ് ചെയ്തത് ഇതെല്ലാം മൊത്തം പ്രവർത്തിക്കും എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ സോളാറിന് ഞങ്ങൾക്ക് ACയും ഫ്രിഡ്ജും ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ലേ എന്നായി ആ സ്ത്രീയുടെ ചോദ്യം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ AC, ഫ്രിഡ്ജ്, ഫാന് മുതലായവ പ്രവർത്തിക്കുന്നത് സോളാറിൽ നിന്നും ലഭിക്കുന്ന കറണ്ട് കൊണ്ടല്ല. അത് KCBയുടെ ലൈനിലൂടെ വരുന്ന കറണ്ട് കൊണ്ടാണ്. KCയുടെ ലൈൻ ഓഫായി കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് മൊത്തം ഓഫാവും. സോളാറിൻ്റെ പ്രവർത്തനവും ഇല്ലാതെയാവും. സോളാറിൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും ഈ സോളാർ ഫിറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഫോൺ കോൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പലരോടും ഞാനത് വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. സോളാർ ഫിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നും അതിൻ്റെ പ്രവർത്തനം എന്താണെന്നും ഞാൻ പലരോടും വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ വീട്ടിലുള്ള സ്ത്രീകൾ ഈ വിഷയമൊന്നും അറിയാതെ നമുക്ക് പലരും ഫോൺ ചെയ്യുന്നുണ്ട്. എന്താണ് സോളാറിൻ്റെ പ്രവർത്തനം, എങ്ങനെയാണ് സോളാർ നമുക്ക് കറണ്ട് തരുന്നത്, ആ കറണ്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളോട് വിശദീകരിച്ച് തരുന്നതാണ്.